ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. എന്താടോ നിങ്ങളുടെ വീട്ടിൽ മാത്രം എപ്പോഴും പ്രശ്നം? എന്തിനാ ഈ ചെറുക്കനെ തല്ലിയത്? ഏട്ടത്തി വേണ്ട, അതിൽ പോയി തലയിടാൻ നിൽക്കണ്ട സാറേ. അവരോട് മര്യാദയ്ക്ക് ചോദിച്ചിട്ട് കാര്യമില്ല, രണ്ടെണ്ണം പൊട്ടിച്ചാലേ കാര്യമുള്ളൂ. പോലീസ് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ പഠിപ്പിക്കണ്ട സാറേ. അതല്ല സാറേ, ഇത് കണ്ടോ സാറേ? ഇത് പിന്നെ കാണിക്കുന്നത് ഹരീഷിന്റെ കടയാ. നീതു വരുന്നു. ഹരീഷ് എവിടെ? ഹരീഷിനെ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം നടന്നൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. അഖിലേട്ടൻ വീട്ടിലേക്ക് വന്നിരുന്നു. ഹരീഷും ബ്രദറൂടെ ചേർന്ന് ചേട്ടനെ തല്ലിയെന്ന് പറഞ്ഞിരുന്നു. ഹരീഷിനും ചേട്ടനും എതിരെ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും പോയിട്ടുണ്ട്. ഹരീഷിനെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. അതുകൊണ്ട് ഓടി വന്നയാ. ഹരീഷ് എന്തിനാ ചേട്ടനെ തല്ലിയത്? അത് നിന്റെ ചേട്ടൻ്റെ കയ്യിരിപ്പ് കൊണ്ടാ പെങ്ങളെ. എന്ന് വെച്ചാൽ ഹരീഷ് ചേട്ടൻ്റെ ചേട്ടത്തിയെ നിന്റെ ചേട്ടനും കൂട്ടുകാരും കൂടെ പബ്ലിക്കായിട്ട് അപമാനിച്ചു. എടാ, അപമാനിച്ചെന്ന് പോരാ, നന്നായി ഡയലോഗാ അടിച്ചത്. ഒരു വണ്ടി പഞ്ചറടിക്കാൻ പോയപ്പോൾ ഞാൻ നേരിട്ട് കണ്ടതാ. പറഞ്ഞ വാക്കിന് അടി കിട്ടിയാൽ പോരാ, അവർ 5 ആണുങ്ങളുടെ കൂടെ ഏട്ടത്തി കഴിയുന്നെന്ന് പറഞ്ഞ ഹരീഷ് ചേട്ടന് സഹിക്കുവോ? അമ്മാതിരി വൃത്തികേടല്ലേ പറഞ്ഞേ. ശരിക്കും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട സുധീഷ് ചേട്ടൻ്റെ വൈഫാണ്. എന്നാലിപ്പോഴേ പെങ്ങളുടെ ആങ്ങളെ ഇപ്പം അഴിക്കൊള്ളി കിടന്നേനെ. ഈ വൃത്തികെട്ടവനെ കൊണ്ട് തോറ്റ് എന്തിനാ അവനിപ്പോൾ ഇങ്ങോട്ട് വന്നേന്നാ തോന്നുന്നത്. എവിടെങ്കിലും പോയി തൊലഞ്ഞാൽ മതിയായിരുന്നു. ശരി ബ്രോ, എന്നാൽ ഞാൻ പോട്ടെ. അല്ല, എങ്ങോട്ടാ ഇപ്പോൾ? ഹരീഷിനെ ഒന്ന് കാണണമായിരുന്നു. കാണിക്കുന്നത് ഹരീഷിന്റെ വീടാണ്. അടിച്ചു എന്നുള്ള സത്യമാണ്, പക്ഷെ ഞങ്ങളുടെ കയ്യിലൊരു തെറ്റുമില്ല. അതിനൊരു കാരണവുമുണ്ട്. അതുപോലെയാണ് എൻ്റെ ഭാര്യയെ നടു റോഡിൽ വെച്ച് അവമാനിച്ചത്. അങ്ങനെയൊന്നുമല്ല സാറേ, ഈ നിൽക്കുന്ന മെക്കാനിക്കലില്ലേ എൻ്റെ മോളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയെന്നോ? അതെന്തിനാന്ന് എൻ്റെ മകനൊന്ന് ചോദിച്ചു. അതിനാണ് എൻ്റെ മകനെ ഇത്രയും തല്ലിയത്. അകത്ത് നിന്ന് നിധി പറയുന്നു, ഈ സ്ത്രീ പച്ചക്കള്ളമാണല്ലോ പറയുന്നത്. ഏട്ടത്തി അടങ്ങ്, നമ്മളിപ്പോൾ ചെന്ന് തലയിടണ്ട, അവരൊക്കെ ഉണ്ടല്ലോ. സാർ പറയണ സാർ, ഇങ്ങനെ ഒരുത്തൻ എൻ്റെ മകളുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ കൂടപ്പറപ്പായ ഇവന് ഇഷ്ടപ്പെടുമോ? ആ ദേഷ്യം തന്നെ എൻ്റെ മക്കൾക്ക് വന്നേ. നിങ്ങളുടെ മകൻ്റെ വായുനാറ്റത്തിൻ്റെ കുഴപ്പമാണ്. എടാ നിർത്തടാ, ഇവനും ഉണ്ടായിരുന്നോ ബഹാസുരൻ? സാറേ, ഈ നിൽക്കുന്നവനെ എൻ്റെ അമ്മയുടെ വയറ്റിൽ നിർഭാഗ്യം കൊണ്ട് ജനിച്ചു പോയതാണ്. താൻ എൻ്റെ ചേട്ടനാന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. താൻ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്ന്? തനിക്ക് ഇറങ്ങി പൊക്കൂടെയോ? എടാ, ഒരു അന്യായം നടക്കുമ്പോഴേ ഏത് നാട്ടുകാർക്ക് എവിടെയും വരാടാ. സാർ ആദ്യമായിട്ടല്ലല്ലോ ഈ കുടുംബത്തിന്റെ കേസ് അറ്റൻഡ് ചെയ്യുന്നേ. ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. താ നിൽക്കുന്നവനില്ലേ രണ്ടാമത്തവൻ, അവൻ ആരെങ്കിലോട് സംസാരിക്കണമെങ്കിൽ കൈ നീട്ടി അടിക്കണം. കുടുംബത്തിലുള്ളവരെ എല്ലാവരെയും കൊണ്ട് സമാധാനം കളഞ്ഞിരിക്കുക. എല്ലാവരെയും പിടിച്ച് ജയിലിലിടണം സാറേ. സാർ ഈ നാട്ടിൽ ആരോട് വേണം ചോദിച്ചോ, ഇവരെ കുറിച്ചുള്ള അഭിപ്രായം അപ്പം അറിയാം. നിധി ഇറങ്ങി വരുന്നു. ഏട്ടത്തി, ഇവളെന്തിനാ ഇതിനൊക്കെ? മോളകത്ത് പോയിരിക്കുക. അല്ല, ഞാനായിട്ട് തുടങ്ങി വെച്ചല്ലേ, ഞാൻ സംസാരിക്കാം. സാർ, ഞാൻ നിധി, സുധീഷിൻ്റെ വൈഫാ. എനിക്കറിയാം ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചത് ഇവനാണ്. ഇയാളും ഇയാളുടെ കൂട്ടുകാരനും നടു റോഡിൽ വെച്ച് എന്നോട് മോശമായിട്ട് പെരുമാറി. നടു റോഡിൽ വെച്ച് കുറേ ചീത്ത പറഞ്ഞു. ഇത് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പോലീസിനോട്. മുമ്പ് പലതവണ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇവരുടെ മകൾ എൻ്റെ അനിയൻ ഹരീഷുമായി ഇഷ്ടത്തിലായതുകൊണ്ട് അപ്പോഴൊക്കെ വഴക്കുണ്ടാക്കണ്ടെന്ന് വെച്ചു. പക്ഷേ ഇത്തവണ എല്ലാം സഹിക്കുന്നതിലും കൂടുതലായി. എൻ്റെ വീട്ടിൽ ഭർത്താവ് സഹോദരന്മാരെല്ലാവരും ഉണ്ട്. അവരെല്ലാം ചേർത്ത് എന്നെ പറഞ്ഞപ്പോൾ അതെനിക്ക് സഹിച്ചില്ല. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു. അവർ എന്ന് ചോദിച്ചു വഴക്കായി. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ മോശമായിട്ട് പറഞ്ഞ ആണുങ്ങൾക്ക് ദേഷ്യം വരൂലേ? ഉറപ്പായും വരും എന്ന് പറഞ്ഞുകൊണ്ട് നീതു വരുന്നു. ഇവളോ? ഇവളെന്താ ഇവിടെ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? നിങ്ങളെന്തിനാ പോലീസിനെയും കൂട്ടിക്കൊണ്ട് വന്നേ? നീ എന്തിനാ ഇവിടെ വന്നേ? നീ വീട്ടിൽ പോ. കുട്ടിയാരാ? ഞാൻ നീതു, ഇവരുടെ മകളാണ്. അഖിൽ എൻ്റെ ചേട്ടനാണ്. ഇവർ പറയുന്ന പോലെ ഹരീഷിന് ഫാമിലി അത്ര കുഴപ്പക്കാരല്ല. അവരാരും അങ്ങോട്ട് പോയിട്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല. എൻ്റെ ചേട്ടനാണ് എല്ലാം തുടങ്ങി വെച്ചത്. എടാ ബഹാസുര, ഇതൊക്കെ പറഞ്ഞത് കേട്ടില്ലേ? കുട്ടിയുടെ പുറകെ നടക്കുന്നത് എന്തിനാന്ന് ചേട്ടൻ ചോദിച്ചതിനാ ചേട്ടനെ തല്ലിയെന്നാ ഇവർ പറയുന്നത്. ഇതൊക്കെ പച്ചക്കള്ളമാണ്. ഒന്നാമത് എന്നെ ആരും ശല്യപ്പെടുത്തിയിട്ടില്ല. ഞാനാണ് ഹരീഷിൻ്റെ പുറകെ നടന്നത്. എനിക്ക് ഹരീഷിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അത് ഇവർക്ക് ഇഷ്ടമല്ല. അതിനുവേണ്ടി ഇവരുണ്ടാക്കിയ കള്ളമാണിത്. ഹരീഷ് ആയാലും ഇവരുടെ വീട്ടുകാരായാലും എല്ലാവരും നല്ലവരാണ്. അയ്യോടി, നിന്നെയും പേടിപ്പിച്ച് ഇവർ കയ്യിലെടുത്തോ? സാറേ, ഈ കുട്ടി പറയുന്ന മുഖവിലയ്ക്ക് എടുക്കണ്ട. ഇവന്മാരെ പേടിച്ച് പറയുന്നതായിരിക്കും. ഇവന്മാരുടെ സ്വഭാവം എന്താണെന്ന് എനിക്കറിഞ്ഞൂടെയോ? സാർ, ഈ നാട്ടിലെ ഈ വീടിനെ കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. സാർ, ഇവർക്ക് ഇവരുടേതായ കാര്യം കാണുമായിരിക്കും. അവർ പറയുന്ന പോലെ അത്ര മോശക്കാരാണെങ്കിൽ വേറെന്തെങ്കിലും പരാതി സാറിന് കിട്ടണ്ടായോ? അത് ഇതുവരെ കിട്ടിയില്ലല്ലോ സാർ. അന്നത്തെ കാര്യം സാറിന് അറിയാമല്ലോ. ലൈസൻസ് അവിടെ വെക്കാൻ പറഞ്ഞിട്ട് ഒരക്ഷരം പോലും പറയാതെ അനുസരിച്ചല്ലയോ അന്നത്തെ ശേഷം പിന്നെ പണിക്ക് പോലും പോയിട്ടില്ല. ആദ്യം ഈ കാര്യം നോക്കട്ടെ, അതിനിടെ മറ്റേത് തലയിടാൻ നോക്കണ്ട. സാറേ, എന്നെ ആരും ഭീഷണിപ്പെടുത്തില്ല. എന്നെ ഭീഷണിപ്പെടുത്തിയത് എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും കൂടിയാണ്. എനിക്ക് ഹരീഷിനെ ഇഷ്ടമായതുകൊണ്ട് നിധി ചേച്ചിയെ അവമാനിക്കാൻ നോക്കിയത് എൻ്റെ ചേട്ടനാണ്. അത്ര വൃത്തികെട്ട ഭാഷയിൽ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചാൽ പിന്നെ അടിക്കുകയല്ലാതെ പിന്നെ വേറെ എന്ത് ചെയ്യുന്നത്? സാർ, ആദ്യം അറസ്റ്റ് ചെയ്യേണ്ട എൻ്റെ ചേട്ടൻ അഖിലിനെയാണ്. അപ്പോഴത്തേനും സുനന്ദയുടെ അമ്മയുടെ ഫോൺ അടിക്കുന്നു. ചേട്ടാ, സുനന്ദയെ ഭർത്താവ് ഇപ്പം വരാമെന്നാണ് പറഞ്ഞത്. എന്നാൽ നീ ചെല്ല്, അവരിങ്ങോട്ട് വരാൻ നോക്ക്. എങ്ങനെങ്കിലും ഇവരെ 2 ദിവസം പിടിച്ച് അകത്തിടാൻ നോക്ക്. അത് ശരി, ഞാൻ നോക്കിക്കോളാം, നീ പോ. എടി, നീ ആർക്ക് വേണ്ടിയാ സംസാരിക്കുന്നേ നോക്ക്. പിന്നെ കാണിക്കുന്ന സുനന്ദയുടെ വീടാണ്. അശ്വം വന്നില്ലേ? എന്നെ ഇവിടെ ആക്കിയിട്ട് കടയിൽ വരെ പോയേക്കുക.
ഞാനൊരു കാഴ്ച കാണാൻ പോയതാ. അത് കൺകുളിർക്കെ കാണുന്നതിന് മുമ്പ് നിന്റെ കോള് വന്നു. എന്ത് കാഴ്ച? നിന്റെ സുഭാഷ് ചേട്ടനെ അനിയന്മാരെ പോലീസ് പിടിച്ചോണ്ട് പോവാണ്. നാട്ടിൽ ഗുണ്ടാവിളയാട്ടം നടത്തി കഴിഞ്ഞാൽ പോലീസ് പിടിക്കത്തില്ലയോ? ആ സുഭാഷ് ഒരു പാവമാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഈ തവണ അനിയന്മാരുടെ കൂടെ റോഡിലിറങ്ങി തല്ലാൻ നോക്കി. റോഡിലിറങ്ങി തല്ലിയെന്നോ? ആ, അവനെ പോലെ അല്ലല്ലോ അവൻ്റെ അനിയന്മാർ. രണ്ടാമത്തെ ഒരുത്തൻ ഒരു പെണ്ണിനെ വളച്ചോണ്ട് വന്നു. മൂന്നാമത്തെ ഒരുത്തൻ ഒരു പെണ്ണിനെ വളയ്ക്കാൻ നോക്കി. അവൻ്റെ ചേട്ടൻ വന്ന് ചോദിച്ചു, ചേട്ടനെ തല്ലി. അവർ വെറുതെ ഇരിക്കുവോ? പോലീസിനെയും കൂട്ടി വന്നിരിക്കുക. നമ്മുടെ ഓട്ടോക്കാരൻ ചന്ദ്രൻ്റെ മോളില്ലയോ? നീതുവോ? പേരൊന്നും എനിക്കറിയത്തില്ല. വരുന്ന വരവ് വേണ്ട ഇന്ന് തന്നെ അകത്തിടുമെന്ന് തോന്നുന്നു. നീതുവിന് പക്ഷേ ഹരീഷിനെ ഇഷ്ടമായിരുന്നല്ലോ. എന്തിഷ്ടമോ? ചാക്കിട്ട് പിടിച്ച ഇഷ്ടമോ? നീതുവിൻ്റെ കാര്യം എനിക്കറിയാം. ഞാനിപ്പോൾ വരാം. എടി എടി അവിടെ നിൽക്കടി. സുഭാഷ് ചേട്ടനും അനിയന്മാരും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. നീ എവിടെ പോകണു? നീ കല്യാണം കഴിഞ്ഞ പെണ്ണാ. നീ എവിടെ പോയി അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പോവാ. അശ്വന് എല്ലാ കാര്യവും അറിയാം. എന്ത് കാര്യമായിരിക്കും പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? മനുഷ്യനെ നാണം കെടുക്കും. എടി അവിടെ നിൽക്കടി, നിൽക്ക്. സാറേ, ഇവരെല്ലാം കൂടെ എൻ്റെ കുഞ്ഞിനെ പേടിപ്പിച്ച് എന്തൊക്കെയാ പറഞ്ഞിരിക്കുക. തല്ല് കിട്ടിയത് എൻ്റെ മകനല്ലേ. ഞങ്ങൾ എന്തിന് കള്ളം പറയണം? അഖിലേ, സത്യം പറയടാ. സാറേ, ഇവർ പറയുന്ന പോലെ അല്ല. ഇവിടെ പിന്നാലെ നടന്നപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. എല്ലാവരും കൂടെ തല്ലിയപ്പോൾ കേസാവുമെന്ന് അറിഞ്ഞ് ഇവർ കള്ളം പറയുന്നതാ. എന്നെ ആരും പേടിപ്പിച്ചിട്ടില്ല. ഹരീഷിനോട് മിണ്ടല്ലേ, സംസാരിക്കല്ലെന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനുമാണ്. സാർ ഏതോ കൈവശം കൊടുത്തിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. സാർ എൻ്റെ കൂടെ വാ. നാട്ടുകാരെന്താ പറയുന്നത് സാറിന് ഞാൻ കേൾപ്പിച്ചു തരാം. അതിപ്പോൾ സംഘടിപ്പിക്കാനായി എനിക്കും അറിയാം. നിന്നെക്കുറിച്ച് നിൻ്റെ കുടുംബത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. ഇടി സുനന്ദ അവിടെ നിൽക്ക്. ഗംഗാധരൻ മാവന് നാണമില്ലേ സുഭാഷിടനും കുടുംബത്തിനും നാണം കെടുത്തിയത്? ഇടി സുനന്ദ, അമ്മ മിണ്ടല്ലോ. ഒരു രാത്രി മുഴുവൻ ഇവരുടെ കാല് പിടിച്ചത് ഓർമ്മയില്ലേ? അത് ഞാനായിട്ട് പറയണോ? സാറേ, നീതു എൻ്റെ കോളേജിൽ ജൂനിയറായിട്ട് പഠിച്ചത്. ഇവർക്ക് ഹരീഷിനെ ഇഷ്ടമാണ്. അത് എനിക്കും അറിയാം. ഇതെൻ്റെ ചെറിയമ്മാവനും കുടുംബവും. ഇവരെ എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം. ഇവരെക്കുറിച്ച് ആകെ ദോഷം പറയുന്നത് എൻ്റെ അമ്മാവനും എൻ്റെ അമ്മയും കൂടിയാണ്. ഇവരെ ഇവിടെ നിന്ന് ഓടിച്ചിട്ട് അമ്മാവനും അമ്മയ്ക്കും ഈ വീടും പറമ്പ് സ്വന്തമാക്കണം. അതിനുവേണ്ടി കേസ് കൊടുത്തേക്കുക. സുഭാഷ് ചേട്ടനും അനിയന്മാരും ആരോടും ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ പോവില്ല. അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തക്കതായ കാരണം കാണും. സുനന്ദ പറഞ്ഞതാണ് സാറേ ശരി. ഇവിടെ ഒരു പെണ്ണ് വാഴില്ലെന്ന് പറഞ്ഞു സുഭാഷ് ചേട്ടന് വന്ന കല്യാണമെല്ലാം മുടക്കിയത് ഇവരാണ്. ഇവർ പറയുന്നത് കേട്ടിട്ടാ നീതു ഹരീഷുമായിട്ടുള്ള കല്യാണം ഇവർ നടത്താൻ സമ്മതിക്കാത്തത്. ഞാൻ ഇവിടെ വന്നിട്ട് 5-6 മാസമായി. എനിക്കിവിടെ ഒരു പ്രശ്നവുമില്ല. ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയുന്നവരാണ് ഇവിടുത്തെ അച്ഛനും മക്കളും. എവിടുന്നോ വന്ന് നീ പറയണോ? ഞാൻ എവിടുന്നോ വന്നതല്ല. തക്കലയിലെ ഒരു ബിസിനസ്സുകാരൻ്റെ മകളാണ്. എനിക്കിവിടെ ഒരു പ്രശ്നമില്ലെന്ന വാസ്തവം തന്നെയാണ്. എന്നെ വഴി വെച്ച് അവമാനിച്ചപ്പോൾ എൻ്റെ ഭർത്താവും ബ്രദേഴ്സും ചോദിക്കാൻ ചെന്നു. ആ സംസാരം വഴക്കിലെത്തി അടിയായി. ഇയാളുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു 4-5 പേര്. ഞങ്ങൾ സംഘം ചേർന്ന് ആക്രമിക്കുകയൊന്നും അല്ലായിരുന്നു. അതിൻ്റെ പേരിൽ ഇനി കേസിന് പോയാൽ എന്നെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കേസ് കൊടുക്കും. കാരണം ഇനി എൻ്റെ അമ്മ പറഞ്ഞ കേസിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഹരീഷിനെ ഇഷ്ടമാണെന്നും ഹരീഷിൻ്റെ കൂടെ ജീവിക്കത്തുള്ളതെന്ന് ഞാൻ കോടതി പറയും. എന്താടോ തൻ്റെ വിചാരം? ഇത് കള്ളപ്പരാതി പറഞ്ഞ് പറ്റിക്കാന്നോ? എടാ കൗൺസിലറെ, ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണ്ടേ ഇറങ്ങി പുറപ്പെടാൻ? നിങ്ങളുടെ മകൾ ആരെ പ്രേമിക്കണം പ്രേമിക്കേണ്ടെന്ന് ആ കുട്ടി തീരുമാനിച്ചോളൂ. ആ കുട്ടിയുടെ പേഴ്സണൽ കാര്യമാണ്. അതിൻ്റെ പേരിൽ ഈ കുട്ടിയെ അപമാനിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിൻ്റെ പേരിൽ നിയമം കയ്യിലെടുക്കാൻ നിൽക്കരുത്. അതിനല്ലേ പോലീസൊക്കെ. ഇനി മേലിൽ ഇങ്ങനെ ആവർത്തിക്കല്ല്. കേട്ടല്ലോ? വാടോ. എടി വാടി. ഒരു മിനിറ്റ്. ഇതിൻ്റെ പേരിലേ അവളെ തല്ലാനോ കൊല്ലാനോ നിങ്ങളുടെ മകൻ നിന്ന് കഴിഞ്ഞാൽ കേസ് മാറും. എന്തൊക്കെ ബഹളമായിരുന്നു. നിധി പൊളിച്ചു കേട്ടോ. ബഹാസുരൻ ചേട്ടാ, പെങ്ങളെയും കൊണ്ട് തിരിച്ചു പോവല്ലേ. എടി വാടി ഇങ്ങോട്ട്. സുനന്ദേജി താങ്ക്സ്. എടി വാടി ഇങ്ങോട്ട്. നിങ്ങൾക്ക് എന്താ പ്രാന്തുണ്ടോ? ആ പ്രാന്തുണ്ടടി. നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? പിന്നെ നീ ആ കുടുംബമായിട്ട് എന്താ ബന്ധം? അത് എൻ്റെ അമ്മാവൻ്റെ കുടുംബം. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തിനു ബന്ധം ഉപേക്ഷിക്കണം? ഞങ്ങൾക്കില്ലാത്ത എന്ത് ബന്ധമാണ് നിനക്കുള്ളത്? അതും കഴിഞ്ഞ് പോലീസിൻ്റെ മുമ്പിൽ ഒരു പ്രസംഗവും. ഒരു കാര്യമില്ലാതെയാണ് സുഭാഷ് ചേട്ടൻ്റെ അനിയന്മാരുടെ മുമ്പിൽ പഴി ചാരിയത്. അതിന് നിനക്കെന്താ വേണം? വന്ന് കയറിയപ്പോഴും നിനക്ക് അങ്ങോട്ടോടാനാലോ തിടുക്കം. പോലീസിനോട് നീ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയാമോ? ആ കുടുംബത്തിൽ ഞങ്ങൾക്കൊരു കണ്ണുണ്ടല്ലേ. സ്വന്തം കുടുംബത്തിന് ഇങ്ങനെ ഒറ്റിക്കൊടുക്കണോ? അതിന് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ആ കുടുംബം ഭാസ്കർ മാമിക്കുള്ളതാണെന്ന് മുത്തശ്ശൻ പറഞ്ഞല്ലോ. പിന്നെ അതിൻ്റെ പേരിൽ എന്തിനാ കേസ് കൊടുത്തത്? ആ കൊടിയും ബാക്കിയുള്ളതെല്ലാം നശിപ്പിച്ച് ഇനി ആ വീടോടെ നശിപ്പിക്കണം അല്ലേ? കേസും വഴക്കും ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിനക്കൊരു കൊള്ളാമെന്ന ജീവിതം കിട്ടിയിട്ടുണ്ടല്ലോ, അത് നോക്കിയാൽ മതി. നീ ആ ഭാരിച്ച കാര്യത്തിലൊന്നും ഇടപെടേണ്ട. കേട്ടല്ലോ? ഞാൻ കല്യാണം കഴിഞ്ഞ് മറ്റൊരാളുമായിട്ട് ജീവിക്കാമെന്ന് എന്നെക്കാട്ടിലും സുഭാഷ് ചേട്ടൻ നന്നായിട്ട് അറിയാം. ഞാൻ അവിടെ പോയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഫോൺ ചെയ്താൽ പോലും സുഭാഷ് ചേട്ടൻ എടുക്കാറില്ല. നീ എന്തിനാ ഫോൺ ചെയ്യുന്നത്? എന്താ ഫോൺ ചെയ്താൽ? അവരെനിക്ക് അന്യരൊന്നും അല്ലല്ലോ.